നമസ്കാരം. കഴിഞ്ഞ ദിവസം രാജ്യ തലസ്ഥാനത്ത് നടന്ന INDAA എന്ന പ്രതിപക്ഷ മുന്നണിയുടെ യോഗത്തിനിടയിൽ ഹിന്ദിയെ ചൊല്ലി വലിയ വാക്ക് തർക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പാർട്ടിയായ DMKയുടെ നേതാവ് TR ബാലു ആണ് ആ യോഗത്തിനിടയിൽ ഹിന്ദിയിലുള്ള പ്രസംഗം തർജ്ജമ ചെയ്യണം എന്നുള്ള ആവശ്യവുമായി രംഗത്തെത്തിയത്. അതിന് തൊട്ട് പിന്നാലെ ജനതാദളിന്റെ നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ അദ്ദേഹത്തിനെതിരെ പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു യോഗത്തിൽ ഉണ്ടായത്. ഹിന്ദിയിൽ സംസാരിച്ച നിതീഷ് കുമാർ പറയുന്നത് തങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നും ഇംഗ്ലീഷിലേക്ക് ഈ പ്രസംഗം തർജ്ജമ ചെയ്യണമെന്നുമാണ് DMKയുടെ നേതാവായ TR ബാലു ആവശ്യപ്പെട്ടത്. എന്തായാലും TR ബാലുവിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉയർന്നതിന് തൊട്ട് പിന്നാലെ മനോജ് ധാണ്ഡെ ഇത് തർജ്ജമ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹം ഇത് തർജ്ജമ ചെയ്യാൻ ആരംഭിച്ച ശേഷമാണ് നിതീഷ് കുമാർ പറയുന്നത് താങ്കൾ അവിടെ മിണ്ടാതെ ഇരിക്കൂ, തർജ്ജമ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന്. തുടർന്ന് തമിഴ് നേതാക്കളോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഉറപ്പായും ഹിന്ദി പഠിക്കണം, അത് നമ്മളുടെ രാഷ്ട്ര ഭാഷയാണ്, എന്തിനാണ് ഇംഗ്ലീഷ് ആവശ്യപ്പെടുന്നത്, നമ്മൾ പതിറ്റാണ്ടുകൾക്ക് മുൻപേ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കിയതാണ് എന്നും. അങ്ങനെ നിതീഷ് കുമാറിന്റെ ഭാഗത്ത് നിന്നും അല്പം രോക്ഷം കലർന്ന ഒരു ഉപദേശം തന്നെയാണ് DMKക്ക് ലഭിച്ചത്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും DMKയുടെ അധ്യക്ഷനുമായ MK സ്റ്റാലിനും TR ബാലുവിനൊപ്പം ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വിരോധാഭാസം. നമുക്കറിയാം, പതിറ്റാണ്ടുകൾക്ക് മുൻപ് തമിഴകത്ത് ഹിന്ദി വിരുദ്ധ കലാപങ്ങൾ പോലും അരങ്ങേറിയിരുന്നു. അങ്ങനെയുള്ള ഹിന്ദി വിരുദ്ധ കലാപങ്ങൾ തന്നെയാണ് തെക്കേ ഇന്ത്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നുമുള്ള ഒരു വലിയ വിഭജനത്തിന് കാരണമായത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വേറെ കൃത്യത്തിന് കാരണമായത്. ഏക ഭാരതം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക്, അത്തരത്തിലുള്ള ഒരു ആശയത്തിലേക്ക് ഇതുവരെയും ദക്ഷിണേന്ത്യയിലുള്ള ആളുകൾക്ക് എത്താൻ സാധിക്കാതെ പോയതും അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു. എന്തായാലും വടക്ക് തെക്ക് എന്നൊക്കെ ഭിന്നിപ്പിക്കാൻ മുന്നിൽ നിന്ന DMK പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയോടാണ് നിതീഷ് കുമാർ തന്നെ ഇപ്പോൾ നയം വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.